നോർമലൈസ്ഡ് സ്കോറും പെർസെൻറ്റേജ് സ്കോറും പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായത്. കാരണം അങ്ങനെ പരിശോധിക്കാൻ പറ്റുമല്ലോ. ആൻസർ കീ വന്നിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്തതെന്ന് അറിയാം. അതിൽ ശരി ഉത്തരം ഏതാണ്, തെറ്റുത്തരം ഏതാണ് വന്നതെന്നൊക്കെ അറിയാം. നെഗറ്റീവ് എത്ര വന്നു, പോസിറ്റീവ് എത്ര കിട്ടി എന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, കീമിലെ പെർഫോമൻസ് വളരെ കുറവാണ്. ഇതിൽ ചില കുട്ടികളുടെ PCMൻ്റെ മാർക്കും കുറവാണ്. അതാണ് അതിനകത്തെ മറ്റൊരു കാര്യം. ഈ സാഹചര്യത്തിൽ അവർക്കറിയാം അവരുടെ റാങ്ക് ഒരു 35Kക്ക് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന റാങ്കുമായി ഒരു മികച്ച കോളേജോ കോഴ്സോ എഞ്ചിനീയറിംഗിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇതാണ് അവരുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ വരും. കാരണം പ്ലാൻ A ആയിരിക്കും മിക്കവാറും എഞ്ചിനീയറിംഗ് പഠനം എന്നുള്ളത്. അത് കീമിൻ്റെ അലോട്ട്മെൻറ്റിലൂടെ താരതമ്യേന വലിയ ഫീസ് ബാധ്യതകളില്ലാതെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മിക്കവാറും കീമിൻ്റെ എക്സാം എഴുതി വെയിറ്റ്